ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ വന്നോളാം. 5 വർഷം ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല, ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല, ഇവിടെ പോലീസിന് എയ്ഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ അത് പെയ്ഡ് സർവീസ് അല്ലേ, സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കത്ത്? ചോദിക്കേ ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അതതിന്റെ ഇത് ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. നമ്പർ ഇടാത്തതിനെ പറ്റി നിങ്ങളായി പറയുന്നത് ഈ കെട്ടറത്തെ നമ്പർ ഇട്ടതിനകത്ത് പോയി കച്ചവടം നടക്കുന്നുണ്ട്. അനധികൃത കച്ചവടം നടക്കണം. പാർക്കിങ്ങിൽ ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത. അതിനെങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റുക? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? എനിക്ക് ഇത്തിരി വിഷമമുണ്ട് പോളേട്ടാ. നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ. കഷ്ടം. ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ നിവേദനം നിങ്ങളുടെ യൂണിയന്റെയോ പാർട്ടിയുടെ പേരോ എനിക്ക് തന്നിട്ടുണ്ടോ? അല്ല അത് പിന്നെ ഗോപാല ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഇവിടുത്തെ പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നോ ഒരു ബസ് സ്റ്റാൻഡിൽ നിവേദനം നിങ്ങളുടെ യൂണിയന്റെയോ പാർട്ടിയുടെ പേരോ എനിക്ക് തന്നിട്ടുണ്ടോ? അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇത് തന്നെ അവസരം. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. വൃത്തിയൊത്ത പരിപാടിയായിട്ട് നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലടാ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന അതിവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എന്താണ് ടോണി വെക്കാനത്? കൊണ്ടുപോയി ഇടിച്ചോളൂ. നിന്റെ കീണത്തിനിട്ടൊന്ന് തന്നാലുണ്ടല്ലോ. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.